മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ ക്ഷീണം തീർക്കാൻ രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ആവർത്തിച്ച് CPIM. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് EDയും CBIയും അന്വേഷണത്തിന് വരുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. ഏത് അന്വേഷണം വേണമെന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ തീരുമാനത്തിലെത്തട്ടെ എന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. മാസപ്പടി അല്ലെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാത്തതിനെപ്പറ്റി ഇന്നും കൃത്യമായ മറുപടിയില്ല. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ എക്സാലോജിക് CMRL മാസപ്പടി ഇടപാട് കമ്പനി രജിസ്ട്രാർ കൂടി ശരിവച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാനിറങ്ങിയിട്ടുള്ള CPIM കൂടുതൽ പ്രതിരോധത്തിലാണ്. കരാറുണ്ടാക്കി അതുപ്രകാരം സേവനം നൽകിയെന്ന വാദമുയർത്തിയുള്ള ചെറുത്തുനിൽപ്പെല്ലാം രേഖകൾ ഹാജരാക്കിയില്ലെന്ന വിവരം പുറത്തായതോടെ തകർന്നു. ഈ ഘട്ടത്തിലാണ് അന്വേഷണ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ച് CPIM നേതൃത്വം രംഗത്ത് വരുന്നത്. രേഖകൾ ഹാജരാക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യങ്ങളെ അന്വേഷണ ഏജൻസികൾക്ക് നേരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മറയ്ക്കാനാണ് നേതാക്കളുടെ ശ്രമം. അതായത് ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഒരു കോൺസെൻസസ് ഉണ്ടാകണം, ഏത് അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് EDയും CBIയും അന്വേഷണത്തിന് വരുന്നതെന്ന് ആരോപിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. തോമസ് ഐസക്കിനെതിരെയും P രാജീവിനെതിരെയും നടക്കുന്നതും രാഷ്ട്രീയപ്രേരിതമായ അന്വേഷണം തന്നെയാണ്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ CPIM ഭയക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു. അന്വേഷണത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടും. രാഷ്ട്രീയപ്രേരിതമായ അന്വേഷണങ്ങളെ കോൺഗ്രസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. KPCCയുടെ നിലപാട് സ്വന്തം ശവക്കുഴി തോണ്ടുന്നതിന് സമാനമാണെന്നും അദ്ദേഹം വിമർശിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.